പാലക്കാട് പെരുമ്പന ഇവിടെ ഫ്രീ ആയിട്ടാണ് കേട്ടോ. നിങ്ങളെന്താ പറയാ? ഞങ്ങളും ചുരക്കാന്ന് പറയാ. ഫുള്ള് പാലക്കാടുകാരാട്ടാ. പാലക്കാടുകാരുടെ ഇതിന്റെ നടുവിൽ ഇരുന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട് അവരുടെ സംസാരവും. എന്നീ ശരി ഞാനുള്ള കണ്ണാണ് തൊട്ട് അല്ലെങ്കിൽ അവൻ ചാടും. ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഈ നെല്ല് ഇത് എല്ലാത്തിലും നെല്ല് വിളഞ്ഞ് വന്നിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയാ. ഫുള്ള് നെൽകൃഷിയാണ്. പൊട്ടിച്ചിടരുതേ. ബാക്ക് ടു ദി ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ പാലക്കാടാണുള്ളത്. പാലക്കാട് കോട്ടായി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. രാവിലെ ഒരു 7 മണി സമയമായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അതേ ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഈ പാലക്കാട് കൃഷി നെൽകൃഷിയും അതുപോലെ പച്ചക്കറി കൃഷി ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വേണ്ട ഇങ്ങനെ പോവാം. കൂലിയൊന്നും കഴിഞ്ഞിട്ടില്ല. കോലം നല്ല കോല. ചായ കുടിച്ചിട്ടില്ല. അവിടെ മരുന്നടിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ. ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഈ നെല്ല് ഇത് എല്ലാത്തിലും നെല്ല് വിളഞ്ഞ് വന്നിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയാ. ഫുള്ള് നെൽകൃഷിയാണ്. ഇത് ഇനിയിപ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും ഒന്ന് ഇതാവാനായിട്ട്. ഇതെല്ലാം പയറാണ് കേട്ടോ. ഇതൊരു തരം പയറാണ്. ഉള്ളത് ഒരുപാടുണ്ട്. ഇതെല്ലാം പയറാണ് ഉണ്ടോ. കുറേയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പയറുണ്ടായി നിൽക്കുന്നുണ്ട്. പയർ ഇതിലൊരുപാട് കൃഷികളുണ്ട് കേട്ടോ. കയ്പയ്ക്കുണ്ട്, പയറുണ്ട്. പയർ പറിക്കാനാ അപ്പോൾ പാടത്ത് വന്നു അന്നത് വലിച്ചിട്ട് വരണ്ടോ. ഇതൊക്കെ പറിക്കാനാ. മരുന്നടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മരുന്നാവൂല്ലേ. പറ്റില്ല അല്ലേ. മരുന്നല്ലേ അതിൻ്റെ അത് പോകില്ല. കഴിക്കാൻ പാടില്ലല്ലോ. അവിടെ എല്ലാം പറിക്കല്ലേ. ചെറുത് വേണ്ടല്ലേ. എൻ്റെ മക്കള് കഴിക്കുമോ കാപ്പയ്ക്ക? കുഴപ്പമില്ല. ഞങ്ങൾ വയ്ക്കാറില്ല. കഴിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. എന്ത് ചെയ്യും. ഞാൻ കയ്പയ്ക്ക് പടവലെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കണുള്ളൂ. എന്താ വിളിക്കണ്ടല്ലോ. മരുന്ന് മേടിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് വേണം. ഇതൊന്നും ആയിട്ടില്ല. ചെറുതാണ്. ആ ചുരക്ക. നിങ്ങളെന്താ പറയാ? ഞങ്ങളും ചുരക്കാന്ന് പറയാ. അതെ കുഞ്ഞത് ഒരുപാട് ഇതിലുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മരുന്നടിക്കുകയാണ്. ഈ ഇതിലെല്ലാം മരുന്നടിക്കുകയാണ്. അപ്പോൾ ഈ പച്ചക്കറികളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആകെയുള്ളതൊക്കെ പറിച്ചെടുക്കുകയാണ്. ആ വലിക്കുക എന്താ ഈ കൈക്കോട് എടുക്കുന്നു. ഇതിവിടെ വെള്ളരിട്ടാ. വെള്ളരി പാകമായിട്ടുണ്ടെങ്കിൽ ഇത് കണി വെക്കാനായിട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞത്. ഇതിവിടെ ചുരയ്ക്ക.
ചുരക്ക ചെറുതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതെല്ലാം പടർന്ന് നിൽക്കുന്നതെല്ലാം ചുരക്കിയാണ്. ആ പീച്ചിങ്ങ അല്ലേ? പന്നി എങ്ങനെ ചാടി തിന്നിയോ? അതെ അതെ ഇതുണ്ടാ പീച്ചിങ്ങ. പന്നികൾ ഒരുപാട് വരും രാത്രി. അപ്പം ഈ പന്നികൾ വന്നിട്ട് ഇതൊക്കെ തിന്നുന്ന പറയണം. ഇതുകൂടെ നടക്കുമ്പോൾ നോക്കണം, കാലൊരു വട്ടം പോയി. ഈ വരമ്പുണ്ടാവും, ഈ വരമ്പിനോട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വെള്ളം പോകാനായിട്ടേ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അറിയാണ്ട് ഇങ്ങനെ കുണ്ടിൽ പോയി കഴിഞ്ഞാൽ, ഇതുപോലെ കുണ്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാലം അങ്ങനെ പോകും. ഇപ്പം വീഡിയോ ഓഫാക്കാൻ, കുറച്ചുകൊണ്ട് വീഡിയോ എടുക്കാം. മരുന്നടിക്കാൻ നേരത്തെ എടുത്താൽ മതി. ഇത് അവിടെ മരുന്നടി തുടങ്ങുന്നുണ്ട് കേട്ടോ, നമുക്കത് കാണാം. എന്നിട്ട് നീ എങ്ങോട്ടാടി പോണ്? നല്ല രസം പടത്തിൻ്റെ വരമ്പിലൂടെ പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള നായ അല്ലേ? ഇതുപോലെ അടിപൊളി നായ്ക്കളായിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക. ഒക്കെ ഓരോ വീട്ടിലെ നായ്ക്കളാണ്. ഇവിടെ പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ പല വീടുകളിലും നെൽകൃഷിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ ഈ പന്നിയുടെ ശല്യം, അവർക്ക് വീടുകളിൽ കയറാൻ ചാൻസ് ഉണ്ട് പന്നികൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നായ്ക്കളൊക്കെ വളർത്തും. ഇതിങ്ങടെ തന്നെ അല്ലേ? അതെ. ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ചെയ്യൂലേ? അതെയോ? ആ അത് ശരിയാണ്. ഇവിടെ ഒരു വലിയൊരു കുളമാണ് കേട്ടോ. കൊയ്യണത് എപ്പോഴാ? ഒരു മാസമല്ല. മണ്ണ് നല്ല മണ്ണാ, മറ്റേ ചോണമണ്ണേ. ഇതെവിടെ ഉണ്ടായി നിൽക്കണുണ്ടോ? അത് കണ്ടിട്ടില്ലേ അവര്? ആണാ? ഈ കൃഷിയാ ഇതാ? കണ്ട ചെളി ചെളി കണ്ട. ഇത് വേറെ ആൾക്കാർ അതിൻ്റെ ചെരുപ്പ് താന്നു കടക്കാട്ടാ. ഞാൻ പൊട്ടിച്ചിടരുതേ. ഈ ചെരുപ്പ് ശരിയല്ലടിയാ, പെട്ടെന്ന് കളിക്കുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ കയ്പയ്ക്ക ഉണ്ടായിക്കണ്ടേ. ഇത് മത്തങ്ങ ഉണ്ടാക്കുന്ന കണ്ടില്ല കേട്ടോ. ഇനി ഞാൻ എൻ്റെ ഇവരുടെ വീട് കണ്ടോ, പാലക്കാടൻ വീടാണ്. ഓടിട്ടൊരു കുഞ്ഞു വീട് ആണ് ഇവരുടെ വീട്. കാലിന് നിറയെ ചെടിയാണ്. ഇയാളൊക്കെ വലിയ ഉണ്ടോ? പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ ഉണ്ടായിരുന്നു. 100,000 കല്ലുകൾ കുട്ടിവെച്ചിട്ട് ഒരാൾക്ക് നല്ല രസമായിട്ടത്. കുട്ടു ഇവിടുത്തെ കുട്ടുവാണ്. തൊട്ടോ? കളിക്കില്ല, പാവാണ്.
ശരി ഞാനുള്ള കണ്ണാണ് തൊട്ട അല്ലെങ്കിൽ അവൻ ചാടും ചാടും അവനൊരു ചാട്ടുണ്ട് ചാടുണ്ടോ ചാട് ചാട് അവന്റെ മൊബൈല് കാണാണ്ടേ കലങ്ങിയ വെള്ളം ആരവിടെ ഞാനാ നമ്മള് ഇതിൽ കുളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അറിയില്ല നല്ല വഴുക്കലൊക്കെ ഉണ്ട്. പടി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു. നല്ല ആഴമുണ്ട് കേട്ടോ. ആ വടി ഈ കല്ലൊക്കെ ഇളകണ് അവിടെ നല്ല ആഴണ്ടാ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ആഴണ്ടാ. കഥയ്ക്കും കഥയ്ക്കും നീന്താണ്ട് കൊറേ കാലം ഇത്ര നിങ്ങള് ചാവും ഒരു കൈ ഇങ്ങനെ 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 ആയിട്ട് കാലടിച്ച നീന്തൽ അറിയാത്ത ഞാൻ നീന്തൽ പഠിക്കും. സ്വന്തമായിട്ട് നീന്തൽ പഠിക്കും. അവരെന്നാ പോവാനി ഞാൻ പറഞ്ഞു അത് മരല്ല എന്ത് ചൂടാടി ഇവിടെ. ഇവിടെ ഒരു മാവുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ 1-2-3 മാങ്ങകളൊക്കെ ഉണ്ട്. മുകളിലൊക്കെ ഉണ്ട് മാങ്ങ. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കയറിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറത്ത് കണ്ടത് അവിടെ മുകളിൽ എല്ലാം ചെറുത് തന്നെയാണ്, വലിയ വലിപ്പമൊന്നുമില്ല. ഇത് കടിച്ചതാ.
ചന്ദനം ദേ ഇവിടെ ഉണ്ട്. പക്ഷെ വല്ലാണ്ട് വലിപ്പം വെക്കുന്നില്ല അല്ലേ? തടി വെക്കുന്നില്ല. മറ്റേ മരങ്ങളുടെ ഇതും ചന്ദനാണ് കേട്ടോ. ഒരു ചന്ദന മരം അതിൻ്റെ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ എത്താനായിട്ട് വർഷങ്ങൾ പിടിക്കും. ഈ ഒരു ചെറുതുണ്ട്. ഇവിടെ പനാളും ഉണ്ടോ? പനന്തൊങ്ങ് ഇതും അതിൻ്റെ തൈകളാണ് ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ അതിൻ്റെ തൈകളാണ്. പാലക്കാട് കരിമ്പനയുടെ തൈകളാണ് കേട്ടോ. ഉള്ളിലോക്കെ ഉരുക്കട്ടാ. നക്കരുത്, നക്കണ്ട. കാണാണ്ട പക്ഷേ അത് എങ്ങനെ എടുക്കണറിയോ? അതിനെ എങ്ങനെ വെട്ടിയിട്ട് അവർ തരുന്നില്ല നമുക്ക് ആ കഷ്ണങ്ങളായിട്ട്. കൈകൊണ്ട് കഴിക്കണം. ഇവർക്കൂടെ ഫ്രീ ആയിട്ടാണ് കേട്ടോ. ഫുള്ള് പാലക്കാടുകാരാട്ടാ. പാലക്കാടുകാരുടെ ഇതിന്റെ നടുവിൽ ഇരുന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അവരുടെ സംസാരം, അവരുടെ ഇതൊക്കെ. സൈഡ് സൈഡ് വെട്ടിട്ടല്ലേ? അല്ല, സൈഡ് കയ്യിൽ വെച്ചിട്ട് നാളികേരത്തിന് വെട്ടില്ലേ നമ്മള്? നമുക്ക് ചെയ്യാനറിയില്ലെന്ന് മാത്രം. അതിന്റെ അവന്റെ വാള് പറഞ്ഞ ബ്ലേഡാണ്. ശരിയാണ്, അവിടെ നമ്മുടെ തേങ്ങ ചെത്തില്ലേ മറ്റേ അളിനേരൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? അതൊക്കെ സൈഡ് പോകും. അത് ഉണ്ണി അവിടെ പറഞ്ഞാൽ അവര് ചെത്തില്ല. അവർക്കത് അവർ പരിചയമായി. അത് അവര് ഭയങ്കര മൂർച്ചയുള്ളതാണ്. പാലക്കാട് ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് തോണ്ടിട്ട് നമുക്ക് പറ്റി അറിയില്ല. പക്ഷെ അത് കഷ്ടുണ്ടാവും പറഞ്ഞു ചെറുക്കനെ. മീഡിയാണല്ലേ? ശരി, ഇതാ ഇതില്ലേ, ഇതിന് അങ്ങനെ കുറച്ച് ചൂട്, ബാക്കി വെള്ളം ഇതിനെ അങ്ങനെ ഇപ്പോൾ വൈകിട്ട് ഒരു 4 മണിയായിട്ടുണ്ട് കേട്ടോ. 4 മണിയുടെ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങി. ആ ഒരു ഭാഗത്ത് മാത്രമേ വെയിലുള്ളൂ. ഇവിടുത്തെ കുട്ടുതേ അങ്ങോട്ട് പോയായിരുന്നു. ഇത് അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്. എന്താ അവിടെ പണി? ഇവിടെ എന്തിനു വന്നത്? അയ്യോ, ഇത് മരക്കഷ്ണമായിട്ട് പോകുന്നു. നടക്ക് 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 നടക്ക്. മരക്കഷ്ണം മേടിച്ചിട്ട് എന്തിനാടാ? എന്തിനത്?
എന്തിനത്? കുട്ടു നല്ല കാറ്റാട്ടോ, നല്ല രസമുണ്ട്. അപ്പം എന്താ കുറേ അധികം പാലക്കാട് ഗ്രാമവിശേഷങ്ങളൊക്കെയാണ് കാണിച്ചത്. കുറേ കാലത്തിന് ശേഷം കുളത്തിലൊന്ന് കുളിക്കണം. ഞാൻ ഇന്ന് വരെ കുറേ വർഷമായി ഞാൻ കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അത്യാവശ്യത്തിന് സമയം കുളത്തിലൊന്ന് കുളിച്ചു. പിന്നെ ഈ പാടം വയൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.